എലിയും സിംഹവും. ഒരിക്കൽ ഒരു സിംഹം ഒരു മരത്തണലിൽ കിടന്നുറങ്ങുകയായിരുന്നു. ആ മരത്തിനടിയിൽ ഒരു മാളത്തിൽ താമസിച്ചിരുന്ന ഒരു ചുണ്ടെലി അവിടെ ഓടിച്ചാടി കളിക്കുന്നുണ്ടായിരുന്നു. കളിക്കിടയിൽ മരത്തിലേക്ക് ചാടിക്കയറവേ ചുണ്ടെലി പിടിവിട്ട് നേരെ സിംഹത്തിന്റെ മുകളിലേക്ക് വീണു. ചുണ്ടെലിക്ക് രക്ഷപ്പെടാനാകും മുൻപേ അതിനെ കൈപ്പിടിയിലാക്കി. തന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയ ചുണ്ടെലിയെ സിംഹം നേരെ വായിലേക്ക് ഇടാനൊരുങ്ങി. അപ്പോൾ ചുണ്ടെലി പറഞ്ഞു, മഹാരാജാവേ, എനിക്കൊരബദ്ധം പറ്റിയതാണ്. ദയവായി എന്നോട് ക്ഷമിക്കൂ. അങ്ങ് എൻ്റെ ജീവൻ രക്ഷിച്ചാൽ ആ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് അങ്ങയെയും സഹായിക്കാൻ സാധിക്കും. ഈ പ്രാവശ്യം എന്നെ വെറുതെ വിടൂ. ചുണ്ടെലിയുടെ വാക്കുകൾ കേട്ട് സിംഹത്തിന് ചിരിയാണ് വന്നത്. സിംഹം പറഞ്ഞു, ഇത്തിരി പോന്ന നീ എന്നെ സഹായിക്കുകയോ? നീ ആള് കൊള്ളാമല്ലോ. ആർക്കറിയാം മഹാരാജാവേ, ഒരു പക്ഷേ അങ്ങയ്ക്ക് എന്നെങ്കിലും എൻ്റെ ആവശ്യം വന്നുകൂടായ്കയില്ലല്ലോ. ചുണ്ടെലി പറഞ്ഞു. ചുണ്ടെലിക്ക് എന്നെങ്കിലും തന്നെ സഹായിക്കാനാകും എന്ന് കരുതിയില്ലെങ്കിലും അവൻ്റെ സംസാരത്തിൽ രസം തോന്നിയ സിംഹം അതിനെ വിട്ടയച്ചു. സിംഹത്തോട് നന്ദി പറഞ്ഞ് ചുണ്ടെലി വേഗം സ്ഥലം വിട്ടു. കുറേ നാളുകൾക്ക് ശേഷം ഒരു ദിവസം സിംഹം വേട്ടക്കാരുടെ വലയിൽ അകപ്പെട്ടു. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതെ സിംഹം വിഷമിച്ചു. അപ്പോഴാണ് സിംഹം പുറകിൽ ഒരു ചെറിയ ശബ്ദം കേട്ടത്. തിരിഞ്ഞു നോക്കിയ സിംഹം അത്ഭുതപ്പെട്ടുപോയി. ഒരു ചുണ്ടെലി താൻ കുടുങ്ങിയ വല കരണ്ടു മുറിക്കുന്നു. അതിനു മുൻപൊരു ദിവസം സിംഹം വെറുതെ വിട്ട അതേ ചുണ്ടെലിയായിരുന്നു. സിംഹം അപകടത്തിൽപ്പെട്ടത് കണ്ട് സഹായിക്കാൻ എത്തിയതായിരുന്നു. ചുണ്ടെലി ആ വല കരണ്ടു മുറിച്ച് സിംഹത്തിനെ രക്ഷപ്പെടുത്തി. സ്വതന്ത്രനായ സിംഹത്തിനോട് അവൻ ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയുണ്ട് രാജാവേ? ഞാൻ പറഞ്ഞതുപോലെ എനിക്കങ്ങയെ ഒരാപത്തിൽ സഹായിക്കാൻ സാധിച്ചു.